അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കായും ചക്കക്കുരും മാങ്ങയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു വേവിക്കാനിടാം. ചക്കക്കുരു വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ട് വേണം വേവിക്കാൻ. ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു പോയിട്ടോ. ചക്കക്കുരു നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ട് മുരിങ്ങക്കായ ഇടണം. ഒരു സെഷനായിട്ട് ഇട്ടില്ലെങ്കിൽ മൊത്തം വെന്ത് കലങ്ങി പോകും കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ ഇട്ട് കഴിഞ്ഞ് മുരിങ്ങക്കായ ഒരുവിധം നല്ലോണം വേവണം കേട്ടോ. അത് കഴിഞ്ഞിട്ടേ നമ്മളതിട്ട് മാങ്ങ ഇടാൻ പാടില്ല. അതിന് മുമ്പ് മാങ്ങ ഇടുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് അരപ്പരച്ച് വെക്കാം. ഞാൻ തേങ്ങ ചിരണ്ടിയിൽ ഒന്നും ഇടണില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന ചില ആളുകൾ വെളുത്തുള്ളി ജീരകമൊക്കെ ഇടും കേട്ടോ. പക്ഷെ നമ്മളിതൊന്നും ഇടാതെ അരക്കണേ കേട്ടോ. വെറുതെ തേങ്ങ അരച്ചെടുത്താൽ മതി. പക്ഷെ അതാ ടേസ്റ്റ്. മറ്റേതാകുമ്പോൾ ജീരകത്തിൻ്റെയൊക്കെ ചുവ വരില്ല. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാവത്തില്ല. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പ് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിൽ മാങ്ങിയിരുന്നു കേട്ടോ. ഈ അരപ്പും മാങ്ങയും കൂടി ഒരുമിച്ച് വെന്തോളും. ഒരു 2-3 സെക്കൻഡ് തിളച്ചാൽ മതി. അധികം തിളക്കണ്ട, ഇല്ലെങ്കിൽ നമ്മുടെ മാങ്ങ വെന്ത് കലങ്ങിപ്പോവും. അപ്പോൾ അത് വെന്ത് കലങ്ങിപ്പോകാതെ നിങ്ങൾ നോക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ഇനി ഉള്ളിയും മുളകും താളിച്ചിട്ടാൽ മാത്രം മതി. ഇത്രയും നല്ല കറി വേറെ ഉണ്ടാവത്തില്ല. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ചെമ്മീനും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇടണം കേട്ടോ. എന്നാൽ അടിപ്പനായിക്കോളും. ഇപ്പം ഞങ്ങൾക്ക് ചെമ്മീൻ ഇല്ലാത്തതുകൊണ്ട് ചെമ്മീൻ ഇട്ടില്ല. ഇനി താളിപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കറിയായിട്ട് ഇച്ചിരി മുളക് പൊടി ഇടണം കേട്ടോ. നോർമലി നമ്മൾ പച്ചമുളക് ഇട്ടാൽ വേവിച്ച അപ്പോൾ ആ എരിവുണ്ടാവും. അതുകൊണ്ട് കളറിന് മാത്രം മുളക് പൊടി ഇടാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ പ്ലീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.